ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മൾ ഷോർട്സ് ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരു കുട്ടി കമൻ്റ് ഇട്ടിരുന്നു, ഇങ്ങനെ ഇഡ്ഡലി മാവ് അരയ്ക്കണത് ഒന്ന് വീഡിയോ ഇടണം, ഫുൾ വീഡിയോ ഇടണം എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് റെഡിയായിരിക്കുക. അപ്പം നമുക്ക് ആദ്യം നമ്മൾ അരി വെള്ളത്തിലിടുന്നതൊക്കെ അളവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ അരക്കണത്, പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കണം ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം നമുക്ക് അരി അളക്കാനുള്ളത് ഇതാ നാഴിയാണ്. നാഴി എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. നമുക്കിതിലാണ് കറക്റ്റ് കണക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഇതാണ് ഇഡ്ഡലി അരി. നമ്മൾ പല സൈസിലുണ്ട് ഇഡ്ഡലി അരി എന്ന് പറഞ്ഞാൽ. കുറച്ചും കൂടി നല്ല ഉണ്ടയായിട്ട് നല്ല വെള്ളയായിട്ടുണ്ടാവും. അതൊന്നും കൂടി നല്ല അരിയാണ്. ഇതും ഇഡ്ഡലി അരി തന്നെ, നമുക്ക് ഇതിനേക്കാളും ഒന്നും കൂടി നല്ല അരി ഉണ്ട്. ഇതിനിപ്പോൾ റേറ്റ് ചിലപ്പോൾ കൂടി ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇഡ്ഡലി അരിയും ചോദിച്ചാൽ തന്നെ കടയിൽ കിട്ടും. ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കണം. ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കണം. ഇങ്ങനെ തട്ടാൻ പാടില്ല. നമ്മൾ അരി ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കുക. 4 നാഴി അരി, 2 നാഴി ഇട്ടു. 4. മോളെ അപർണ അല്ലേ ചോദിച്ചത്? അപ്പം മോളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പം ഇതേപോലെ തന്നെ അമ്മ ഇടുന്ന പോലെ തന്നെ ഒക്കെ ക്ലിയർ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇഡ്ഡലി അടിപൊളിയായിട്ട് വരും. നമ്മൾ ഒരു അപ്പസോടയോ ഒരു മായങ്ങളോ ഒന്നും കലക്കാതെ ഒരു ഇഡ്ഡലിയാണിത്. 4 നാഴി ഇഡ്ഡലി അരിക്ക് ഒരു 3/4 നാഴി മതി ഉഴുന്ന്. നമുക്ക് ഇഡ്ഡലി അരി ആയ കാരണം ഉഴുന്ന് കൂടുതൽ നമുക്ക് ഇടണ്ട, ഇത് മതി. അത് ഇഡ്ഡലി അരി ആയ കാരണം നമ്മൾ ഇതിൽ തനിച്ച് ഇഡ്ഡലി അരി ഇട്ട കാരണം. റേഷൻ അരി ആണെങ്കിൽ നമുക്കിത് ഒന്നൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ റേഷൻ അരിനേക്കാളും നമുക്ക് ഇഡ്ഡലി അരിയാണ് ഇഡ്ഡലിയുടെ ആ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. റേഷൻ അരി ഇട്ടാൽ സ്മൂത്ത് ഉണ്ടാവും, പക്ഷെ ഇതിന്റെ ഒരു രുചി അതിന് വരുന്നില്ല. ഞാനൊക്കെ അരച്ച് നോക്കിയതാണ്, റേഷൻ അരി ഇട്ടിട്ട് അരച്ച് നോക്കിയതാണ്. പക്ഷെ ഇഡ്ഡലി അരിന്റെ ഒരു ടേസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ അളവ് കറക്റ്റ് ആക്കിയാൽ ഇത് ഇഡ്ഡലിക്കും ദോശയൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടും. എല്ലാത്തിനും ഇത് ബെസ്റ്റാണ്. ഇത് ഒറ്റ മാവ് ഇങ്ങനെ അരച്ച് വെച്ചാൽ മതി. നമുക്ക് ദോശയ്ക്ക് തനിച്ച് ഇഡ്ഡലിക്ക് തനിച്ച് ഒന്നും അരച്ച് വെക്കണ്ട. ഈ സ്പൂണിൽ ഒരു 1/2 സ്പൂൺ മതി ഉലുവ. ഇങ്ങനെ മതി, ഇത്ര എടുത്താൽ മതി. ഫുള്ളായിട്ട് എടുക്കണമെന്നൊന്നുമില്ല. അത് ഉഴുന്നിലിടുക. പിന്നെ നമ്മൾ ഇഡ്ഡലി കുറച്ച് ഒന്നും കൂടി നല്ല ഇങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ പഞ്ഞു പോലെ വന്ന് തിരിച്ച് നമുക്ക് അതേ രൂപത്തിൽ വരുന്നുണ്ടല്ലോ. അതിനൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട്, ഒരു ടിപ്സ്. ജവ്വരി എങ്ങനെയാന്ന് വെച്ചാൽ ഇതിനൊരു അളവുണ്ട്. ജവ്വരി കൂടിപ്പോയാൽ ഇഡ്ഡലി പൊട്ടി വീഴും. നമ്മൾ ഇഡ്ഡലി എടുക്കുമ്പോഴേക്കും കയ്യിൽ നിന്ന് 2ആയിട്ട് പൊട്ടി വീഴും. അപ്പോൾ 4 നാഴി ഇഡ്ഡലി അരി ഇട്ട് എടുത്തിട്ടുണ്ട്. അതിനിതാ ഇത്രേ പാടുള്ളൂ. അരിയുടെ ഒപ്പം നമുക്ക് ഇട്ടാൽ മതി. ജവ്വരിയാണ് ഇത്, നല്ലതാ, നമുക്ക് കേടൊന്നുമില്ല, വയറിന് ധൈര്യമായിട്ട് ഇടാം. അരിയും ഉഴുന്നും ഒക്കെ അളന്ന് വെച്ചിട്ടുണ്ട്. ഇതൊരു 2-4 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെക്കാം കുതിരാൻ വേണ്ടി. ഒരു 5 മണിക്കൂർ, 5 മണിക്കൂർ കുതിർന്നാൽ മതി. പിന്നെ ഇത് ഉഴുന്ന് ഒരു 2 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. നല്ലോണം കുതിർന്ന പിന്നെ ഒരു മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഫ്രീസറിൽ വേണമെന്നില്ല, നല്ല കൂളിംഗ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അരക്കണത് കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. രണ്ടും നമുക്ക് കഴുകി, ഉഴുന്നും അരിയും തനിച്ചാവണം, ഒന്നിച്ചിടരുത്. തനിച്ച് വേണം അരയ്ക്കാനും. ഉഴുന്ന് അരയ്ക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിലാണ് നമുക്ക് ഇഡ്ഡലി ഒന്നും കൂടിയും സ്മൂത്തായിട്ട് കിട്ടണത്.
നല്ല ഉഴുന്ന് നമുക്ക് അരയ്ക്കാം. ആദ്യം ഉഴുന്ന് അരയ്ക്കുകയാണ്. ഇതാ നല്ല ഐസും കട്ടയൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് ഐസ് കട്ടയായാൽ മതി. അത്രയും നല്ല കൂളിങ് വേണം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് എടുത്തിട്ട് ആദ്യം മിക്സിയിൽ അരയ്ക്കുക. മിക്സിയിൽ എന്തിനാ അരയ്ക്കണമെന്ന് വെച്ചാൽ ആ ഗ്രൈൻഡറിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ഉഴുന്ന് പകുതി പൊട്ടി നിൽക്കും. പിന്നെ ഈ ഉലുവയും അതുപോലെ പെട്ടെന്ന് അറിഞ്ഞു കിട്ടില്ല. നമ്മൾ ഉഴുന്ന് എടുക്കുമ്പോൾ എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഓരോന്നിങ്ങനെ നിന്നിട്ടുണ്ടാവും. അത് കാരണം നമ്മൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് എല്ലാം അറിയണ പോലെ മിക്സിയിൽ അരയ്ക്കുക. എന്നിട്ട് പൊന്താൻ വേണ്ടിയിട്ട് ഗ്രൈൻഡറിൽ ഇടുക. അങ്ങനെ ഈ ഐസ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. എല്ലാം അറന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്രൈൻഡറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല പൊന്തും. കൂളിംഗ് ഉണ്ടല്ലോ, നല്ല പൊന്തിക്കോളും. നമ്മളിങ്ങനെ മിക്സിയിൽ അരച്ച് കഴിഞ്ഞിട്ട് ആ ഉഴുന്നും ഉലുവയും ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഇങ്ങനെ അരയ്ക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഐസും വെള്ളം തെളിച്ചു കൊടുക്കണം. ഇങ്ങനൊക്കെ ഒന്ന് ആക്കി കൊടുത്ത് ഐസും വെള്ളം തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൊന്തും. പൊന്തി കഴിഞ്ഞ പിന്നെ ഞാൻ കാണിച്ചു തരാം. എപ്പോൾ എടുക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒക്കെ പൊന്തി ഇതാണ് നമ്മൾ എടുക്കണ സമയം. ഇപ്പൊ നമുക്ക് എടുക്കാം. ഇന്ന് മതി. ഇനിയിപ്പോ ഇനി അറിയാൻ വിട്ട് കഴിഞ്ഞാൽ പൊന്തിയത് താന്നു പോകും. എനിക്കിത് എടുത്ത് വെച്ചിട്ട് നമ്മൾ അരിയും. ഉഴുന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അരിയിടാം. നമുക്ക് എടുക്കാറായി. ഇതാ അരിമാവ്. ഇതാ നല്ല പിരിവിരിന്ന് വേണ്ട, നല്ല നൈസും വേണ്ട. ഏകദേശം നമുക്കറിയാമല്ലോ അരിമാവ് എങ്ങനെ അരക്കാനുള്ളത്. ആ ഇതിൽ തന്നെ അരച്ചെടുക്കുക. ഉഴുന്ന് നമ്മൾ അരി എടുക്കാറാവുമ്പോൾ ഉഴുന്ന് ഇതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇട്ടിട്ട് ഇളക്കണ്ട. കൈ കൊണ്ട് ഇളക്കണ പണി കുറവാകും. ഇങ്ങനെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഗ്രൈൻഡർ തന്നെ നമുക്ക് അരിയും ഉഴുന്നും കൂടി മിക്സാക്കി കൊടുക്കും. നമുക്ക് ഉപ്പ് ഇടണമെങ്കിൽ ഇപ്പൊ തന്നെ ഇട്ടാലും മതി. അപ്പൊ അതും ഇളക്കണ്ട. നമുക്ക് എടുത്ത് ഇങ്ങനെ വെക്കാനേ ഉള്ളൂ പാത്രത്തിൽ. ഉപ്പ് ഇടാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഇളക്കി കൊടുക്കും. ഇതങ്ങനെ എടുത്ത് വെച്ചാലും മതി. കുറെ മാവ് അരച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഇന്ന് തന്നെ ഇടാൻ നിൽക്കണ്ട. അപ്പം എടുത്തിട്ട് ഇട്ടാൽ മതി ആവശ്യത്തിന്. നമ്മളിത് 1 കിലോനല്ലേ ഉള്ളൂ. ഇതാ കഴിഞ്ഞു. ഇനി ഇതിൽ വെള്ളം എന്ന് പറഞ്ഞ് ഒന്നും ഒഴിക്കാൻ നിൽക്കണ്ട. നമ്മള് അരിമാവ് ഫുള്ളും എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മള് ഗ്രൈൻഡർ ചെറുതായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഉള്ളിൽ ഒന്ന് ഓടിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം മാത്രം ഒഴിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മതി. ആ കട്ടി കറക്റ്റായിട്ട് ഓഫാക്കിയിട്ട് ഇതാ നമ്മൾ ഓഫാക്കി. ഇനിയിപ്പോൾ പാത്രത്തിൽ ഇതാ ഊറ്റിയെടുക്കാം. എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിതാ ഒന്നും ചെയ്യണ്ട. എല്ലാം കലങ്ങി നല്ല ഇളക്കി തന്നെ ഗ്രൈൻഡർ കൊടുത്തിട്ടുണ്ട്.
വെള്ളം നമ്മൾ എടുത്തിട്ട് അങ്ങനെ ഈ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ താഴെ ഇങ്ങനെ മാവ് വന്ന് നിൽക്കും. ആ വെള്ളം ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് ആ മാവ് നമ്മുടെ ഇഡ്ഡലി മാവിൽ ഒഴിച്ച് നാളെ നല്ല പൊന്തിയിട്ടുണ്ടാവും. നാളെ കാണിച്ചു തരാം. നമുക്ക് അരച്ച മാവ് ഇഡ്ഡലി മാവ് തുറന്ന് നോക്കാം. നല്ല ഇഡ്ഡലി ഒഴിക്കുന്ന പരുവത്തിൽ വന്നിട്ടുണ്ട് മാവ്. ഒന്നിങ്ങനെ ഇളക്കിയിട്ട് ഇഡ്ഡലി ഒഴിക്കാനേ ഉള്ളൂ. മാവ് പ്ലേറ്റിൽ ഒഴിച്ച് വെച്ചാൽ ഇഡ്ഡലി ഒഴിക്കുന്ന പ്ലേറ്റിൽ മാവ് ഒഴിച്ച് വെക്കാം. നമുക്ക് നമ്മൾ ഇഡ്ഡലി വേവിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. തിളയ്ക്കുമ്പോഴാണ് നമുക്ക് മാവ് ഒഴിച്ച് വെക്കുന്നത് നല്ലത്. തിളയ്ക്കണ മുമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് പൊന്തി വരില്ല. നല്ല തിളയ്ക്കുമ്പോഴാണ് നമുക്ക് പ്ലേറ്റ് വെക്കണം. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നത് ഇഡ്ഡലി വേവിക്കാനുള്ള വെള്ളം മാവ് ഉള്ളിൽ വെക്കാൻ വേണ്ടി. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞോ? 10 മിനിറ്റ് മതി. ഇത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇഡ്ഡലി ഇതാ നല്ല സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അളവും അരിയുടെ അളവും ഉഴുന്നിൻ്റെ അളവും എല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് സ്പോഞ്ച് പോലെ കിട്ടും. നല്ല വായിലിട്ടത് നമുക്ക് ചവക്കണമെന്ന് ആവശ്യമില്ല. 2 ചവലയിൽ ഇറക്കാം. അത്രയും നല്ല സ്മൂത്തായി ഇഡ്ഡലിയാണ്. ദോശയ്ക്കും നല്ല മാവായിരിക്കും. കുറച്ചിത് വെള്ളം ഒഴിച്ചിട്ട് കലക്കി കഴിഞ്ഞാൽ നമുക്ക് ദോശ എല്ലാം ഇതിൽ തട്ടുദോശ ഉണ്ടാക്കാം. അടിപൊളിയായിട്ടുണ്ടാവും തട്ടുദോശ. കുഞ്ഞുങ്ങൾക്കൊക്കെ സാധാരണ ഒരു തട്ടുദോശ പിടിച്ച് കഴിച്ചാൽ തന്നെ അവർക്ക് വേഗം അത് കഴിക്കാൻ പറ്റും. നല്ല സ്മൂത്ത് ഉണ്ടാവും. നല്ല പേപ്പർ റോസ്റ്റ് പോലെയൊക്കെ നമ്മൾ അഴിക്കാം. ഈ മാവിൽ നിങ്ങൾ എന്തും ചെയ്യാം. വേറെ മാവ് അരയ്ക്കണം എന്നില്ല. ഞാൻ ഇന്നലെ ഞാൻ അരി അരയ്ക്കുമ്പോൾ പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഇതിലുണ്ടാക്കാം. ഇന്നത്തെ വീഡിയോ അറിയുള്ളൂ കഴിഞ്ഞു.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.